എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമസ്കാരം. ഇന്ന് ഞാൻ ആദ്യം പറയുന്നത്, എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് കമൻസ് വരുന്നുണ്ട്. സ്ത്രീയാണോ പുരുഷനാണോ എന്നെനിക്കറിയില്ല. നമ്മളൊരിക്കലും പേരിൽ നിന്ന് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. പലരെയും ഫേക്കായിട്ടുള്ളതും ഉണ്ട്, കറക്റ്റായിട്ടുള്ളതും ഉണ്ട്. എനിക്കറിയാം, ഹലോ ഹലോ പറഞ്ഞ് ഞാൻ കുറേ ഹായ് ഒക്കെ പറയുന്നുണ്ട്. തിരിച്ച് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഏജൊക്കെയാണ് ചോദിക്കുന്നത്. സ്ഥലം ചോദിച്ചു, ഞാൻ ആലപ്പുഴ പറഞ്ഞു. പിന്നെ മെസ്സേജ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പം ഞാൻ ഇനി അവർക്ക് എന്തെങ്കിലും എന്നോട് പറയാനുള്ളതാണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അവർ കറക്റ്റ് മലയാളമാണോ കറക്റ്റ് ഇംഗ്ലീഷ് ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ. എന്തായാലും നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ടൈപ്പ് ചെയ്ത് അയക്കും. എനിക്ക് എപ്പോഴും ചെന്ന് നോക്കി ഫോണിലിരിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ മാക്സിമം ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട്. അപ്പോൾ തന്നെ മറുപടി തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ തരാറുണ്ട്. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുക. അതോ വെറുതെ ഒന്ന് ഒരു രസത്തിന് കയറി രണ്ട് കമൻറ്റ് ചെയ്യാം എന്നാണെങ്കിൽ വെറുതെ അതിന് വേണ്ടിയിട്ട് സമയം കളയണമെന്നില്ല. എനിക്കതിനുള്ള സമയം കളയാനൊട്ട് താല്പര്യമില്ല. അല്ല സീരിയസ് ആയിട്ട് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയാം. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറയാം, എഴുതിക്കോളൂ. ഞാൻ കേൾക്കുന്നത് എന്തായാലും ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. കാരണം മലയാളം അറിയാവുന്നവർക്കല്ലേ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്നെ പറയുന്നത് മനസ്സിലാവുള്ളൂ. മലയാളം അറിയാവുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും മലയാളത്തിലയക്കും. അല്ല ഇംഗ്ലീഷിലാണെങ്കിൽ ഓക്കെ, ഇംഗ്ലീഷിലയക്കും. എപ്പോഴും ഇങ്ങനെ ഹലോ പറയേണ്ട കാര്യമില്ല. എന്താണ് എന്നോട് ചോദിക്കാനാണോ പറയാനുള്ളത് അതങ്ങ് ചെയ്തോളൂ. ഞാനത് കാണുമ്പോൾ തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എനിക്ക് കുറേ കമൻറ്റുകൾ എനിക്ക് മെയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതും നോക്കുന്നുണ്ട്, ഇതും നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ മറുപടി തരും. ഓക്കെ. പിന്നെ നമ്മുടെ സുരേഷ്, ഞാൻ പേരങ്ങ് പറയുകയാണ്, ചേട്ടനാവോ ആയിരിക്കാം. എന്തായാലും അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ മുഖമൊന്നും കാണിക്കണ്ട, ഓക്കെ. എല്ലാവരും ഞാൻ പറഞ്ഞ് എല്ലാവരും അങ്ങ് അംഗീകരിച്ചു. ഈ സാധനത്തിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോഴെങ്ങും മുഖം കാണിക്കുന്ന പരിപാടിയില്ല എന്നെല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉദ്ദേശം അതാണ്. ഞാൻ എന്തായാലും ഫേക്കല്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഓക്കെ. ഞാൻ പറയുന്നത് കാര്യങ്ങളിൽ കേൾക്കാൻ ഇഷ്ടമുള്ള, അത് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞില്ല, ആ ഒരു സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ. അപ്പം എനിക്ക് എന്താ പറയുക, വലിയ രീതിയിലുള്ള പാചകമൊന്നും ഞാൻ ചെയ്യാറില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് പാചകം ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം ഞാൻ എൻ്റെ രീതികളെന്ന് പറയുന്നത്, രാവിലെ എൻ്റെ കുഞ്ഞ് ചിലപ്പം ഇപ്പം ഒരു ഉത്സവം നമ്മൾ പറഞ്ഞല്ലോ, അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡുമൊക്കെ ആയിട്ട് പോവും. താമസിച്ചാണ് അവിടെ ഉറങ്ങുന്നത് ആ ടൈമിൽ. അതുകൊണ്ട് ഇതുവരെയും ആ ഒരു ഉറക്കത്തിൻ്റെ രീതി മാറിയില്ല അങ്ങനെ പൂർണ്ണമായിട്ടും. ഇപ്പോൾ ഞാൻ മാറ്റി കൊണ്ടുവരുന്നുണ്ട്. കാരണം ഒരു വയസ്സ് മുതലാണ് കുട്ടികളുടെ ആ സ്വഭാവത്തിലൊക്കെ പല കാര്യങ്ങളും നമ്മൾ രൂപീകരിച്ച് വരേണ്ടത് എന്നാണ് ഞാൻ അറിഞ്ഞത്. പ്രത്യേകിച്ച് ഉറക്കത്തിൻ്റെ സമയം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് രാവിലെ എണീക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അത് ഞാൻ വളർന്ന സാഹചര്യം അതായിരിക്കും. വീട്ടിൽ കിടന്ന് അമ്മയും അച്ഛനും കിടന്ന് പറഞ്ഞാലും ചില സമയത്ത് ഞാനങ്ങ് ഉറങ്ങി. രാവിലത്തെ ഉറക്കം ഒരു പ്രത്യേക സുഖമാണല്ലോ. പക്ഷേ എനിക്ക് തന്നെ മനസ്സിലായിരുന്നു, നമ്മുടെ രാവിലെ എത്ര താമസിച്ചാണോ എന്നെ പറ്റി പറയുകയാണ് കേട്ടോ, ഞാൻ എത്ര താമസിച്ചാണ് ഉറങ്ങുന്നതെന്ന് വെച്ചാൽ അത്രയും താമസം വരും എനിക്ക് രാത്രിയിൽ ഉറങ്ങാനായിട്ട്. നേരത്തെ ഉണരുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഉറങ്ങാനും എനിക്ക് പറ്റും. പക്ഷെ താമസിച്ച് ഉണർന്നു കഴിഞ്ഞാൽ അത്രയും താമസം വരും എനിക്ക് ഉറങ്ങാനും. പകലുറങ്ങിയാലും അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഞാൻ കുഞ്ഞിനെ അതുകൊണ്ട് മാക്സിമം നേരത്തെ കിടത്തി ഉറക്കി അത്രയും നേരത്തെ എഴുന്നേൽപ്പിക്കുക എന്ന ഒരു രീതിയായിരുന്നു ഞാൻ പിന്തുടർന്നുകൊണ്ടിരുന്നത്. ചില സമയത്തൊക്കെ 6:30 ടൈമിലൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്.
അപ്പോൾ 6:30, 7, 7:30 ആ ഒരു ടൈമൊക്കെ ആയിരുന്നു ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നേരത്തെ ഫുഡ് കഴിക്കും, ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും. അപ്പം ചില സമയത്ത് അവൾ നേരത്തെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങും. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉറങ്ങും. അങ്ങനെയൊക്കെയാണ്. പിള്ളേർ വലുതാകും തോറും അവരുടെ ഉറക്കത്തിൻ്റെ രീതികളെല്ലാം മാറുമല്ലോ. എങ്കിലും നമ്മൾ ശ്രമിക്കുക അവരെ കറക്റ്റായിട്ട് ഉറക്കാനും ഉണർത്താനും. അത് എനിക്ക് വലിയ ആഗ്രഹമാണ് അവൾ രാവിലെ എന്നെപ്പോലെ ആവരുത്, രാവിലെ ഉണരാൻ ഇഷ്ടമുള്ള ആളായിരിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പിന്നെ അവളുടെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവൾ എഴുന്നേൽക്കുമ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേൽക്കും. നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പിന്നീട് ഇവരുടെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കുളിക്കാം എന്ന് കരുതി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവർ ഉറക്കം എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ ചില സമയത്ത് നമുക്കറിയാൻ പറ്റത്തില്ല. ചില സമയത്ത് നമ്മൾ അവരിപ്പോൾ ഉറങ്ങുമെന്ന് പറഞ്ഞാൽ നോക്കിയിരുന്ന് നടക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിരുന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ കുളിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് ഞാൻ തീരുമാനിച്ചു, ഇനി ഇവളുടെ ഉറക്കം നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. അവൾ രാവിലെ എണീക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കുക എന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് കുളി പാസ്സാക്കുക, അതാണ്. അപ്പം ഞാൻ രാവിലെ അങ്ങനെ എഴുന്നേറ്റ് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വിളിക്കാൻ തുടങ്ങും. ചിലപ്പം കണ്ണിങ്ങനെ ചിമ്മി ഭയങ്കര ബുദ്ധിമുട്ട്, ഇങ്ങനെ കണ്ണ് തുറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് കഷ്ടം തോന്നും. ഇച്ചിരി നേരം കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, താഴേക്ക് പോവില്ല. അപ്പോൾ ഇവിടെ തന്നെ കാണും. കാരണം ഞങ്ങൾക്കുള്ള ഫുഡ് മാത്രം രാവിലത്തേതൊക്കെ ഞങ്ങൾ തന്നെയാണ് വെക്കുക. കാരണം അവളുടെ ആ രീതിക്കനുസരിച്ചുള്ള ഫുഡേ ഞാൻ ഉണ്ടാക്കുക, അത് തന്നെയാണ് ഞാനും കഴിക്കുക. അപ്പം പിന്നെ അച്ഛനാണെങ്കിൽ അതൊക്കെ ഞാൻ പിന്നീടൊരു വീഡിയോയിൽ പറയാം, അതങ്ങനെ നിൽക്കട്ടെ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. രാവിലെ എഴുന്നേൽക്കുക, പിന്നെ അവളെ എഴുന്നേറ്റിട്ട് പിന്നെ അവളെ ഒന്ന് ചിലപ്പം നല്ല ഹാപ്പിയായിട്ടൊക്കെ എണീറ്റ് ചിരിച്ചുകൊണ്ടൊക്കെ വരും. ചിലപ്പം ഭയങ്കര ഒരു ഇതായിരിക്കും, കരയാനൊക്കെ വരും. അപ്പം പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പൻ അവിടെ കണ്ടത്തിൽ തീയിടാൻ പോകുന്നുണ്ട്, മോൻകുട്ടാ നമുക്ക് ഇന്ന് തീയിടുമോ നോക്കണ്ടേ, അല്ലെങ്കിൽ വല്ല പൂച്ചയുടെ പട്ടിയുടെയൊക്കെ കഥയൊക്കെ അങ്ങനെ പറഞ്ഞ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. ചിലപ്പോൾ അവളുടെ ഒരു ആനക്കുട്ടിയുണ്ട് ഇവിടെ, അതിനെയൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും ആ കരച്ചിലൊന്ന് മാറ്റിയെടുക്കും. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ താഴെ പോയി കുറച്ച് നേരം കഴിയും. അപ്പം അത് എത്രയും പെട്ടെന്ന് അവൾക്ക് രാവിലത്തെ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഫുഡ് കൊടുക്കുക, അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അവളെ ഫ്രഷാക്കുക എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്വമാണല്ലോ. ഫ്രഷാക്കി പിന്നെ എന്താണ് നമ്മൾ ഉച്ചക്കാലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് ചട്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടക്കും, അതിൻ്റെ കൂടെ ഞാൻ നടക്കും. എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചോറ് ഒരു കറി എന്നുള്ളതാണ്. അത് ഇപ്പം ചോറ് വയ്ക്കുക, ഞാൻ കുക്കറിലാണ് വയ്ക്കുക. അത് വലിയ കുക്കറിലാണ്. ഞങ്ങൾ രണ്ടുപേരും റേഷൻ്റെ അരിയാണ് കഴിക്കാറ്, കുത്തരിയാണ് കഴിക്കാറ്. ഞങ്ങൾ അത് ആണ് ചെയ്യാറുള്ളത്. അത് ഇവൾക്ക് പച്ചക്കറിയാണ് ഞാൻ കൂടുതൽ കുക്ക് ചെയ്യാറ്. അപ്പം ഞാൻ ഇപ്പം കുട്ടികളെ സംബന്ധിച്ച് എരിവ്, പുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ ലിമിറ്റായിട്ടാണല്ലോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പോൾ ഹസ്ബൻഡൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പറയും ഇതെന്ത് കറി, ഞാൻ പറഞ്ഞു നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം പറയും വേറെ ആ 2 രീതിയിൽ വെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ഞാനെന്തായാലും അവൾക്ക് ഉണ്ടാക്കുന്നത് ഞാനും കഴിക്കാനായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന രീതി അങ്ങനെയാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ചെറിയ കുക്കറിലാണ് വയ്ക്കാറുള്ളത്. പിന്നെ അവൾക്ക് ചെറുപയർ അല്ലെങ്കിൽ വൻപയറാകുമ്പോൾ ഓരോന്ന് പെറുക്കി കഴിച്ചോളും. അപ്പോൾ അതൊക്കെ ഞാൻ വൈകുന്നേരങ്ങളിൽ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് രാവിലത്തേത് ഞങ്ങൾ രാവിലെ എന്തായാലും ഒന്നുകിൽ ദോശ അല്ലെങ്കിൽ അപ്പം എന്ന് പറഞ്ഞാൽ പാലപ്പം ഉണ്ടല്ലോ, പാലപ്പം അതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അമൃതത്തിൻ്റെ കുറുക്ക്, അല്ലെങ്കിൽ ചെറിയ ഗോതമ്പിൻ്റെ നുറുക്കുണ്ട്, അത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇച്ചിരി ശർക്കര നന്നായിട്ട്
കലക്കിയെടുത്തിട്ട് അരിച്ചട്ടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ശർക്കര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നല്ലൊരു കാര്യം കൂടെയാണ്. അപ്പം അങ്ങനെയും കൊടുക്കാറുണ്ട്. പാചകം ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എപ്പോഴും ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, തേങ്ങ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് കൂടുതലുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ, അല്ലെങ്കിൽ പിറ്റേ ദിവസം അത് മോശമാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതുകൂടെ ചിരകിയിട്ട് വറക്കും. തേങ്ങ മാത്രം വറുത്തിട്ട് ടിന്നിലിട്ട് വയ്ക്കും. അപ്പോൾ എന്താണ്, നമുക്ക് അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടാകാതിരിക്കുക. അത് നന്നായിട്ട് വറക്കണം എന്നേ ഉള്ളൂ, കരിയരുത്, വറുത്ത് വയ്ക്കുക. ചൂട് മാറുമ്പോഴത്തേക്കും ടിന്നിലടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് കിഴങ്ങ്, അവൾക്ക് കിഴങ്ങ് ഇഷ്ടമാണ്, ഒരു 1-2 ചെറിയ കിഴങ്ങും ഒരു സവാള ഒക്കെ ഇട്ട്, മുരിങ്ങക്കോലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട്, തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അരച്ച് അതിൻ്റെ കൂടെ ചേർക്കാം. അത് ഞാൻ ചെയ്യുന്നത് എൻ്റെ കറിവേപ്പ് കേട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ഞെട്ടരുത്, ഇങ്ങനെയും കറി വയ്ക്കാമോ എന്ന് നിങ്ങളൊക്കെ വിചാരിക്കും. എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ കൊണ്ടുള്ള ഈ തീയലാണ്. അത് എൻ്റെ അനിയനും ഭയങ്കര ഇഷ്ടമാണ് ഈ തീയലെന്ന് പറയുന്നത്. വീട്ടിൽ അത് ഈ മുരിങ്ങയ്ക്കയുടെ സീസണുണ്ടല്ലോ, ഇപ്പോൾ അതിൻ്റെ സീസണാണ്, മുരിങ്ങക്ക കൂടുതലായിട്ട് കിട്ടും. അപ്പം നമ്മൾ 1 കിലോയ്ക്കൊക്കെ ചിലപ്പം 20-30 ഒക്കെ രൂപ വേണം. അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് വാങ്ങിക്കൊണ്ട് വരും. ഒരു കിലോയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അമ്മ ചിലപ്പോൾ എന്ത് ചെയ്യണം, മുരിങ്ങക്ക കീറിയിട്ട് അതിനകത്തെ മാംസം മാത്രം എടുത്ത് വെച്ച് തോരൻ വയ്ക്കും. അപ്പം തോരൻ വയ്ക്കുമ്പം അതിൻ്റെ കൂടെ ഒരു മുട്ടയൊക്കെ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്, പുള്ളിക്ക് ഈ മുരിങ്ങയിലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ മുരിങ്ങയില കൊണ്ടുവന്ന് വൃത്തിയാക്കി അതും ഇതുപോലെ തന്നെ മുട്ട ചേർത്ത്, കുറേ മുട്ട അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. നല്ല ടേസ്റ്റാണ്. ഈ മുരിങ്ങയിലയൊക്കെ അല്ലാതെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ തീയലെന്ന് പറയുന്നത് കഷ്ണങ്ങൾ എണ്ണ ചേർക്കില്ല കേട്ടോ. എനിക്ക് ഒരുപാട് അങ്ങ് എണ്ണ എനിക്കിഷ്ടമല്ല. അങ്ങനെ ഒരുപാട് അളവിൽ കൂടുതൽ എണ്ണ, അല്ലെങ്കിൽ ഇത്തിരി മോശമായ തേങ്ങ, ഒരു ദിവസം പഴകിയ തേങ്ങ നിൽക്കില്ല, അതൊക്കെ എനിക്ക് കഴിക്കുമ്പോഴത്തേക്കും തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു പിടുത്തം പോലെ വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത്തിരി അകറ്റി നിർത്തും. അത് ഞാൻ മുരിങ്ങയ്ക്കയും ഈ കഷ്ണങ്ങളെല്ലാം കൂടെ നമ്മൾ സാധാരണ കുക്കറിനകത്ത്, ചെറിയ കുക്കറിൽ എല്ലാം ലൈറ്റായിട്ടുള്ള തീയിലേ വയ്ക്കുള്ളൂ, വെച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട്. ഇപ്പം നമ്മൾ തേങ്ങ മാത്രമാണ് അരയ്ക്കുക. തേങ്ങ അരയ്ക്കുകയെന്ന് വെച്ചാൽ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മാത്രം മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള അരയ്ക്കുന്ന പരിപാടിയിലെല്ലാം ഞാൻ ചെറിയ ജാർ മാത്രം. പിന്നെ നമ്മൾ അരി അരയ്ക്കുന്നതല്ല വലിയ ജാറിൽ, ഈ 2 ജാറാണല്ലോ എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ അപ്പം ചെറിയ ജാറിൽ തേങ്ങ മാത്രം നന്നായിട്ട് അരയ്ക്കും. ഇച്ചിരി വെള്ളം ഒഴിക്കുക, തെറിച്ച് പോവില്ല. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ തുറന്ന് നമ്മൾ ഒഴിക്കുക. ആ രീതിയിൽ നന്നായിട്ട് അരച്ച് വെച്ചേക്കും. ആദ്യമേ ഞാനത് ചെയ്യും. ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യമേ ഞാൻ തേങ്ങ അരച്ച് വെക്കും. കാരണം എപ്പോൾ കറണ്ട് പോകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ തേങ്ങ അരയ്ക്കൽ പരിപാടി ഉണ്ടെങ്കിൽ ആദ്യം ഞാനത് അരച്ച് വയ്ക്കും. അരച്ച് വെച്ചിട്ടേ ബാക്കിയുള്ള കറിയുടെ കാര്യങ്ങളിലേക്ക് പോവുള്ളൂ. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അത് അത്രയും വെച്ചത് വേസ്റ്റായി പോവില്ലേ. അപ്പം ഞാനത് തേങ്ങ ആദ്യം അരച്ച് വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് ഈ കഷ്ണത്തിൻ്റെ കൂടെ നമുക്ക് എരിവിന് എനിക്ക് പച്ചമുളകാണ് കൂടുതലിഷ്ടം, പച്ചമുളക് ഇടാം. പിന്നെ ഇത്തിരി മുളക് പൊടി ഇടും കുറച്ച്. ഈ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതി, ചുവയ്ക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് ചുവയൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ. അപ്പോൾ എന്നിട്ട് ഈ കുക്കറിൻ്റെ ഇത് മാറ്റും, വാഷർ മാറ്റിയിട്ട് അടച്ചു വയ്ക്കും. ലോ ഫ്ലെയിം, അത്യാവശ്യം വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട. അങ്ങനെ വെച്ചത് വെന്തതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ഇടും. എന്നിട്ട് ഈ ലോ ഫ്ലെയിം തന്നെ നന്നായിട്ടത് തിളച്ച് ഇങ്ങനെ വറ്റി വരും. അപ്പോൾ എൻ്റെ കറി ഓക്കെയാണ്. ഏകദേശം ഉപ്പൊക്കെ പാകമായിരിക്കും. ഇല്ലെങ്കിൽ ഒരു ശകലം കൂടെ ഉപ്പിടും. ഈ തക്കാളിയുടെ പുളിയൊന്നും പോരാ എന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഈ പിഴുപുളി ഇത്തിരി വേണമെങ്കിൽ കലക്കിയിട്ട് ചേർക്കാം. പിന്നെ എണ്ണ അത് പോരാ, നമുക്ക് തേങ്ങയിൽ എണ്ണയുണ്ടല്ലോ, അതിൽ നിന്നുള്ള എണ്ണ നല്ല തേങ്ങയാണെങ്കിൽ, നല്ല മൂത്ത തേങ്ങയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ആ എണ്ണ ഇങ്ങനെ വരും നന്നായിട്ട്. നല്ല തേങ്ങയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അറിയാൻ പറ്റും, ഈ വറക്കുമ്പോൾ
ഈ വറക്കുന്ന ചട്ടിയിലൊന്നും കയറി അങ്ങ് കറുത്തങ്ങ് പിടിക്കത്തൊന്നുമില്ല. നല്ല രീതിയിൽ ഇങ്ങനെ ഒരുപോലെ ഏകദേശം ഒരേപോലെ ഇങ്ങനെ മൂത്ത് വരും. പാത്രത്തിലൊക്കെ എണ്ണയുടെ ഒരു ടച്ച് ഇങ്ങനെ കാണാം. അരയ്ക്കുമ്പോഴും ഇങ്ങനെ എണ്ണ ഇങ്ങനെ കുറുകി വരും. ഒരു പ്രത്യേക മണവുമാണ്, കാണാനും ഒരു ഭംഗിയാണ്. അപ്പോൾ അതിനൊന്നും എണ്ണ ചേർക്കേ വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മോശം അതായത് നന്നായിട്ട് മൂത്ത തേങ്ങയൊന്നും അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇത്തിരി എണ്ണ ഒഴിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞാൽ കറിവേപ്പില ഇടാം. അത് ആദ്യം തന്നെ ഇട്ട് വെച്ചേക്കണം. ഞാൻ ആദ്യം തന്നെ ഇട്ട് വയ്ക്കും. കഷ്ണത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് വയ്ക്കും. ചിലപ്പം കറിവേപ്പില എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാം തീയൊക്കെ ഓഫ് ചെയ്തിട്ട് എൻ്റെ മുകളിലിട്ട് ഒന്നുകൂടെ അടച്ചു വയ്ക്കും. അതാണ് എൻ്റെ തീയൽ എന്നുള്ള പ്രധാന കറി. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോകുന്ന കറികളിൽ ആൾക്കാർക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള കൊള്ളാം എനിക്ക് കിട്ടാതിരുന്ന കറികളെന്ന് പറയുന്നത് ഒന്ന് ചമ്മന്തിയാണ്. ചമ്മന്തിയും രണ്ടാമത്തത് അവിയലും. അപ്പോൾ ഈ ചമ്മന്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ കൊഞ്ച് വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കുമല്ലോ, ഉണങ്ങിയ കൊഞ്ച് വെച്ചിട്ട്. അത് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ കൊഞ്ചിൻ്റെ ടേസ്റ്റാണ് ആ തേങ്ങയ്ക്ക്. പിന്നെ ഞാൻ ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇത്ര തേങ്ങ, അതിന് 1-2 ചെറിയ ഉള്ളി എന്നുള്ളത്, ഞാൻ ചെറിയ ഉള്ളി ഇച്ചിരി കൂടുതൽ ചേർക്കും. പിന്നെ ചെറിയ കഷ്ണം, ചെറിയൊരു പീസ്, അത് ഇഞ്ചി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന രീതിയിലുള്ള ടേസ്റ്റ് മാത്രം മതി. അതിനെന്തോരം ഇഞ്ചി ചേർക്കാം, അത് നമ്മൾ എടുക്കുന്ന തേങ്ങയ്ക്കനുസരിച്ച് ചെറിയ രീതിയിലൊന്ന് ഇട്ടേക്കുക. പിന്നെ മെയിനായിട്ട് ഞാൻ ചേർക്കുന്നത് ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ഒരു മുറി തേങ്ങ, ഒരിടത്തരം തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഞാൻ 5-6 വലിയ ഉള്ളിയൊക്കെ ഇടും കേട്ടോ. വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയുടെ വലുത് 5-6 ഇടും. അത് നന്നായിട്ട് അരഞ്ഞ് ഇതിൻ്റെ കൂടെ ചേരണം. പിന്നെ ചിലർ ചമ്മന്തി അരയ്ക്കും, അങ്ങ് അരച്ച് ഉരുട്ടി അങ്ങ് എടുക്കും. ഒരുപാട് അങ്ങ് എന്താ പറയുക, ഒത്തിരി അങ്ങ് അരഞ്ഞു പോവും. എനിക്കതിഷ്ടമല്ല അത്ര അരയ്ക്കുന്നത്. ഒരു ഇടത്തരം അരഞ്ഞോന്ന് ചോദിച്ചാൽ അരഞ്ഞില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരഞ്ഞില്ലെന്ന് പറയത്തില്ല. അപ്പോൾ ആ ഒരു പരുവം, അതായത് നമ്മുടെ ചോറിൻ്റെ കൂടെ കിടന്നാൽ ആ ചെറിയ ചെറിയ പീരയായിട്ട് കാണണം. ആ രീതിയിൽ ഞാൻ തേങ്ങ ചമ്മന്തി അരയ്ക്കാറുള്ളൂ. തേങ്ങ ചമ്മന്തി അപ്പോൾ നമ്മൾ സാധാരണ ഉപ്പ് ചേർക്കും, പിഴുപുളി ചേർക്കും. ഈ പുളിക്ക് പകരം മാങ്ങയുള്ള സമയത്താണെങ്കിൽ മാങ്ങ ചേർക്കും. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം സാധാ ചമ്മന്തിക്ക് തേങ്ങ, ഉപ്പ്, പറഞ്ഞ പോലെ ചുവന്നുള്ളി, ചെറിയ ഉള്ളി, പിന്നെ പുളി, ഇത്രയാണല്ലോ നമ്മൾ ചേർക്കുക. ഇനി എന്തെങ്കിലും ചേർക്കുമോ? ഇല്ലല്ലോ. ചിലർ കറിവേപ്പില ചേർക്കും. ഇഞ്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇഞ്ചി ചെറിയൊരു കഷ്ണം, അത് ആ ടേസ്റ്റ് ഉണ്ട്. പിന്നെ കറിവേപ്പില ചേർക്കുന്നവരുണ്ട്. കറിവേപ്പില എൻ്റെ കൂടെ ഇട്ട് അരയ്ക്കും. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ കറിവേപ്പില എന്നുള്ളത് ഇതിനകത്തിൽ നിന്നങ്ങനെ ഒഴിവായി കിട്ടും. അപ്പം പിന്നീട് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കും ചമ്മന്തി. എനിക്കതിന് വെള്ള ചമ്മന്തിയാണ് ഇഷ്ടം കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ചുവപ്പുകളൊക്കെ മഞ്ഞപ്പൊടി മുളക് പൊടി ഇടും. എനിക്കതിലൂടെ വലിയ താല്പര്യം. എനിക്ക് വെളുത്തിരിക്കുന്ന ചമ്മന്തിയാണ് ഇഷ്ടം. പച്ചമുളക്, അതാണ് പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് നമ്മൾ നന്നായിട്ട് അരച്ചങ്ങോട്ട് ചേർക്കുക പച്ചമുളകിനെ. അതിലും വേണമെങ്കിൽ ഒരു ഉള്ളിയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ കടുക് വറക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എണ്ണ ഒഴിക്കുക, കടുക്, വറ്റൽമുളക്, ഉണങ്ങിയ മുളക്, പിന്നെ ഈ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ്, അത് നന്നായിട്ട് കരിഞ്ഞു പോകരുത്, ആ രീതിയിലെടുത്തിട്ട് നമ്മുടെ തേങ്ങയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, ഉപ്പിടുക. ഓക്കെ, അപ്പോൾ 2 ചമ്മന്തിയായി. ഇനി 3ാമത്തെ ചമ്മന്തിയാണ് മാങ്ങ ചമ്മന്തി. എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ആദ്യത്തെ കാലങ്ങളിൽ ഞാൻ ചമ്മന്തി അരച്ച് മാങ്ങയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് അരച്ച് അതുകൂടെ വാരിയിട്ട് അതുപോലെ നമ്മൾ ഈ മിക്സിയിലടിക്കുമ്പം തേങ്ങ അവിടെ മാറ്റി വയ്ക്കുമല്ലോ, അതിന് ഈ മാങ്ങ നന്നായിട്ട് അരയ്ക്കും. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് അരച്ചപ്പോൾ ഞാൻ നന്നായിട്ട് മാങ്ങയൊക്കെ അങ്ങോട്ട് തകർത്തരച്ച് കഴിഞ്ഞപ്പോൾ ഇത് വെള്ളം പോലെ കിടക്കുക. എൻ്റെ കൂടി തേങ്ങയും കൂടി ഇട്ടപ്പം ഇതെന്താണ്
കാണുന്നവർക്ക് ഇതെന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കും. കാരണം നമ്മൾ സാധാ ഇഡലിക്ക് ഉണ്ടാക്കുന്ന ചമ്മന്തി പോലിരിക്കും. കാരണം ഈ മാങ്ങ അരഞ്ഞിട്ട് അതിൻ്റെ വെള്ളവും തേങ്ങയും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരുമാതിരി ആയിപ്പോയി. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ അമ്മ പറഞ്ഞു, അതങ്ങനെയല്ല, നമ്മൾ തേങ്ങ അങ്ങനെ അരയ്ക്കുമ്പോൾ കുറച്ച് ആ വെള്ളം എന്നുള്ളത് പിഴിഞ്ഞ് കളയുക, എന്നിട്ട് അത് ഒന്ന് ബാക്കിയുള്ളത് വെച്ചിട്ടാണ് നന്നായിട്ട് പറഞ്ഞു. അങ്ങനെയാണ്, അപ്പോൾ പുളിയും കൂടിപ്പോവും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ ആവശ്യമുള്ളത് ചേർക്കുക. നമ്മളത് ആ ഒരു വെള്ളം പോലെ ആവാതെ ഒന്ന് ശ്രദ്ധിച്ച് എടുക്കുക. ഒത്തിരി വെള്ളം പോലാണെങ്കിൽ ഇത്തിരി വെള്ളം കളഞ്ഞതിന് ശേഷം തേങ്ങയും കൂടെ ചേർത്ത് അരയ്ക്കുക എന്നുള്ളതാണ്. അത് ബാക്കിയത് പച്ചമുളക്, ചിലർ ചുവന്ന മുളക് പൊടി ഇടാറുണ്ട്. അപ്പം തേങ്ങ, എനിക്കിഷ്ടം പച്ചമുളക് ആയതുകൊണ്ട് പച്ചമുളക്. ഇതുപോലെ ഉള്ളി ചേർക്കാം. ഇതിൻ്റെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ഉള്ളി ചേർക്കണ്ട. കാരണം നമ്മൾ ഈ ചുമന്ന മുളകിൻ്റെ അത്ര എരിവ്, ഒരു പ്രത്യേകതരം ടേസ്റ്റുള്ള എരിവാണല്ലോ ഇതിന്. അതുകൊണ്ട് ഈ മാങ്ങ ചമ്മന്തിക്ക് ഒരുപാട് ചെറിയ ഉള്ളി ചേർക്കണ്ട. മാങ്ങയുടെ ഒരു ടേസ്റ്റും ഇതെല്ലാം കൂടെ വല്ല ഉണ്ടാവും. പിന്നെ ഉപ്പും, അതാണ് പ്രധാനമായിട്ട്. ഇതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടതും ഇതാണല്ലോ അവിയലിനെ കുറിച്ച് പറയണേ. ഞാൻ ഈ കഷ്ണമെല്ലാം കൂടെ ആദ്യം അങ്ങോട്ട് വേവിക്കും. എനിക്ക് അവിയൽ, ചിലരുടെ അവിയൽ കണ്ടിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും എഴുന്നേറ്റ് നിൽക്കുന്ന പോലാണ്. എന്നുവെച്ചാൽ ആവശ്യത്തിന് ചെറിയ രീതിയിലേ വേവുള്ളൂ. എനിക്ക് അത്ര അങ്ങ് ഇതായിട്ട് നിൽക്കില്ല. പക്ഷേ എനിക്ക് സാമ്പാറിന് കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുന്ന രീതിയിൽ എടുക്കണം. അതാണ് എനിക്ക് സാമ്പാറിൻ്റെ ഒരു കൺസെപ്റ്റാന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം കൂടെ ഇതാവില്ല. അവിയലിന് ഇത്തിരി ഒന്ന് അവിഞ്ഞ് തന്നെ ഇരിക്കണം. അതാണ് എൻ്റെ കൺസെപ്റ്റ്. അതിതുപോലെ തന്നെ ഞാൻ ചെറിയ ഉള്ളി കൂടുതലായിട്ട് അരയ്ക്കും എന്നുള്ളതാണ്. പിന്നെ തക്കാളി ചേർക്കുക എന്നുള്ളത് ഒരു ഹൈലൈറ്റ് കാര്യമാണ്. പിന്നെ ഓമയ്ക്കായ്ക്ക് പല നാട്ടിലും പപ്പായ എന്നുള്ളതാണ്, പപ്പരയ്ക്ക എന്നൊക്കെ പറയത്തില്ലേ. ആ ഓമയ്ക്കയാണ് അവിയലിൻ്റെ ഹൈലൈറ്റ്. അതങ്ങോട്ട് ചേർത്തേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ അവിയൽ വയ്ക്കുക. ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുകയുള്ളൂ. അതാകുമ്പോൾ അവിയൽ സൂപ്പർ. ഇതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വെക്കുന്നത് കൊള്ളാമെന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫുഡ് ആക്കലെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് ചപ്പാത്തി ഏകദേശം ഉണ്ടാക്കും. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒത്തിരി നേരം കുഴച്ചൊന്നും വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എന്താണോ ഗോതമ്പ് പൊടി എടുക്കുക, നമ്മൾ ഉപ്പിടുക, പൈപ്പ് ചെറുതായിട്ട് തുറക്കുക, അവിടെ വെച്ച് തന്നെ ഞാനിങ്ങനെ കൈകൊണ്ട് പതുക്കെ കുഴച്ചെടുക്കും. ഇത്തിരി വെള്ളം ഞാൻ കൂട്ടി നിർത്തും. അതാണ് കാരണം ഒന്നാമത്തെ കാര്യം, അതെൻ്റെ ഒരു മടിയുടെ ഭാഗമാണ്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കുഴച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, വെള്ളം ഇത്തിരി കൂട്ടി നിർത്തും എന്ന് പറഞ്ഞാൽ കയ്യിലൊട്ടുന്ന പരുവം. എന്നിട്ട് ചെറുതായിട്ട് ഒരുപാടങ്ങ് ലൂസാക്കി നമ്മൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം പിന്നെ ലൂസാണെങ്കിൽ ഇത്തിരി പൊടി ചേർത്ത് ഒന്നുകൂടെ ടൈറ്റ് ചെയ്യും. അതാണ്. എന്നിട്ട് അപ്പോൾ തന്നെ ഞാനങ്ങോട്ട് പരത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോളാക്കിയതിന് ശേഷം നമ്മളുടെ പൊടിയുണ്ടല്ലോ, പൊടിക്കകത്ത് വെച്ച് ഇങ്ങനെ അമക്കുമ്പം തന്നെ ചിലരിങ്ങനെ പത്തിരി ഉണ്ടാക്കുമല്ലോ, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നീക്കി അങ്ങനെ ഞാൻ ഏകദേശം ഒന്ന് പരത്തും കൈ കൊണ്ട് ആ പൊടിക്കകത്തിൽ തന്നെ ഇട്ട്. അതിനുശേഷം പരത്തുന്നതിലോട്ട് ഇട്ടിട്ട് ഞാൻ പിന്നെ അതങ്ങനെ കൈ കൊണ്ട് എടുക്കത്തില്ല, എപ്പോഴും തിരിച്ചു മറിച്ചിടാറില്ല. നന്നായിട്ട് പൊടി അതിൽ ഞാൻ പ്രസ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ പരത്തുന്ന തടി കൊണ്ട് തന്നെ ഇങ്ങനെ കറക്കിയാണ് എടുക്കുക. കറക്കി റൗണ്ടിലിങ്ങനെ കറക്കിയെടുക്കുക. അത് അങ്ങനെയാണ്. അപ്പോൾ ആ ചപ്പാത്തി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ. എന്നിട്ട് ഇനിയും പരന്ന് വരാനുണ്ടെങ്കിൽ മാത്രം ഒന്നെടുത്ത് അപ്പുറം ഇപ്പുറം പൊടിയൊന്ന് ഇത് മുക്കിയിട്ട് ഒറ്റ പ്രാവശ്യം കൂടെ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ആക്കിയിട്ട് പിന്നെ എടുത്ത് പൊടിയിൽ മുക്കി പിന്നെയും തിരിച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല. മാക്സിമം പലകയിൽ തന്നെ ആ ചപ്പാത്തിയെ കറക്കി വലുതാക്കി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അത് ഈ നമ്മൾ കുഴയ്ക്കുന്ന വെള്ളത്തിൻ്റെ ഇതുപോലെ ഇരിക്കും. നമ്മൾ പിന്നെ പൊടി ചേർത്ത് കൊടുക്കുകയാണല്ലോ. അത് പക്ഷേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണേലും നമ്മൾ ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് അതിൻ്റെ വെള്ളമൊന്നും കളയാതിരുന്ന് കഴിഞ്ഞാൽ കുറേ ദിവസം
എന്തായാലും ഒരു പ്രശ്നമില്ല, അത് ഉണങ്ങാതൊക്കെ ഇരുന്നോളൂ എൻ്റെ ചപ്പാത്തി. അങ്ങനെയൊക്കെ ഞാൻ ഹസ്ബൻഡിനൊക്കെ കൊടുത്തു വിടാറുണ്ട്. അതാണ് എനിക്ക് അറിയാവുന്നൊരു കാര്യം. പിന്നെ ഇങ്ങനെ പാലപ്പമൊക്കെ അമ്മയൊക്കെ വീട്ടിൽ സ്ഥിരം ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ, ഓരോരോ ഫുഡ് മാറി മാറി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു അളവ് കണ്ടുപിടിച്ച് വെച്ചേക്കാണ് ഇത്ര എന്നുള്ളത്. ആ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കും. ഒക്കെയാണ് എൻ്റെ പാചകം. എനിക്ക് പെട്ടെന്നുള്ള പാചകമാണ്. പിന്നെ പായസം കഴിഞ്ഞ ദിവസം കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പായസം വെച്ചു. നമുക്ക് റേഷൻ അരി കൊണ്ട് വച്ചിട്ട് സാധാരണ ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോഴാണ് ആ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിക്കുമായിരുന്നു. അപ്പോൾ അരിയൊക്കെ 2 കഷ്ണം 3 കഷ്ണമായിട്ടൊക്കെ മുറിഞ്ഞ് കിട്ടും. ഈ പ്രാവശ്യം ഞാനറുത്തു വേകുമ്പോൾ അതങ്ങ് ശരിയാകും എന്നുള്ള രീതിയിൽ ഞാനത് അടിച്ചില്ല. പക്ഷേ എന്നെ ചതിച്ചു. അരി നന്നായിട്ട് വെന്തെങ്കിലും 2-3 കഷ്ണമാകുന്ന കാര്യം അവർ മറന്നു പോയതെന്ന് തോന്നുന്നു. എനിക്കതുകൊണ്ട് ഭയങ്കര വിഷമം. പക്ഷേ പായസമൊക്കെ സൂപ്പറാണ്. ഞാൻ അരി നേരെ കുക്കറിലേക്ക് ഇടുക, ഫ്ലെയിം കുറച്ച് വയ്ക്കുക, ഒറ്റ വിസിൽ അതവിടെ മാറ്റി വയ്ക്കുക. പിന്നെ പാൽ നന്നായിട്ട് തിളപ്പിച്ച് കുറേശ്ശെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുറുകിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഏലക്ക ഇടുക, മറ്റേ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വറുത്തിടുന്നവർക്കിടാം. ഞാൻ പാൽപ്പായസമാണല്ലോ ഉണ്ടാക്കി ഇടുക. പിന്നെ ലാസ്റ്റ് നെയ്യൊക്കെ ചേർത്ത് കുഴപ്പമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 2 വീടുകളിലൊക്കെ കൊടുത്തു. അതാണ് പായസം. അപ്പോൾ അതിന് മുമ്പ് പ്രാവശ്യം ഈ പായസത്തിൻ്റെ സാധനങ്ങളൊക്കെ വേകാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന അരമണിക്കൂറൊക്കെ തീരെ ചുവട്ടിൽ നിൽക്കണമെന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരിക്കലും ഇങ്ങനെ സേമിയ വെച്ചു. അപ്പം നമ്മൾ സേമിയ ഏതായാലും പച്ചവെള്ളത്തിൽ വേവിക്കാറില്ലല്ലോ. ഞാൻ ഇച്ചിരി പാൽ എടുത്ത് അതിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് ആ പാലിൽ ഈ സേമിയ ഇട്ട് വറുത്തിട്ടൊക്കെ കേട്ടോ, വറുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് ഈ പാലും വെള്ളത്തിൽ സേമിയ ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ. അതിനുശേഷം ഞാൻ സാധാരണ രീതിയിൽ ഈ പാല് ചേർക്കുന്നുണ്ട്, ഒരു തരിതരിപ്പ് പോലെ പായസത്തിനകത്ത് കിടക്കും എന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഈ പാല് ചേർക്കുന്നുണ്ട്, വെള്ളത്തിലാവുമ്പോൾ അങ്ങനെ കാണില്ലായിരിക്കാം, എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ പാലിനകത്ത് ചേർത്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കയ്പോ ഒരു ചുവയ്ക്ക് ഒരു വ്യത്യാസമാണ് ടേസ്റ്റിന്. അപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചതിന് ശേഷം പിന്നെ പാല് ചേർത്ത് അതപ്പം ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് പാല് ചേർത്ത് ഇങ്ങനെ ഇളക്കി കുറേ നേരം എടുത്ത് ഒരു 5-10 മിനിറ്റ് ചിലപ്പോൾ അതിന് വേണ്ടി ശ്രമിക്കും. നന്നായിട്ട് ആ പാല് അതിലേക്ക് പിടിക്കണമല്ലോ. എല്ലാം പിടിച്ചതിന് ശേഷം പഞ്ചസാര ചേർത്തിട്ടാണ് ഞാനത് ഇറക്കാറ്. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാൻ. അപ്പോൾ സമയം ലാഭം, ഇന്ധനം ലാഭം, എല്ലാമേ ലാഭം. അതാണ് ആ ഒരു രീതിയാണ് ഞാൻ ഈ പായസം. എല്ലാ കാര്യത്തിനും ഞാൻ എളുപ്പം ചെയ്യണം, പക്ഷേ അത്യാവശ്യം ഇച്ചിരി ടേസ്റ്റും വേണം എന്ന രീതിയിലാണ് ഞാൻ എൻ്റെ പാചകം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, എൻ്റെ കുഞ്ഞ് അതിനുള്ള സമയമാവും. ഞാൻ ഇതേന്നും പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്ന അവളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാകും, എല്ലാം കൂടെ നടക്കില്ല. അപ്പം ഞാനിപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരാവശ്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുമല്ലോ, അങ്ങനല്ലേ രീതി. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ പാചകവും ഒക്കെ. പിന്നെ മിക്കവാറും ഹസ്ബൻഡ് കഞ്ഞി കഴിക്കുന്ന ആളാണ്. കഞ്ഞിയാണ് കൂടുതൽ. നല്ല ആഹാരമാണ്. പക്ഷേ കുഞ്ഞായതിനു ശേഷം അങ്ങനെ ഞാൻ കഞ്ഞി കഴിക്കാറില്ല വൈകുന്നേരം. പിന്നെ പനിയോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും കഞ്ഞിയാണ്, അതിനൊരു മാറ്റമില്ല. പക്ഷേ കഞ്ഞി കുടിക്കുന്നതാണ് വൈകുന്നേരം നല്ല പെട്ടെന്നൊന്നും നമുക്കൊരു ജലദോഷമോ പനിയോ ഒന്നും നമ്മളെ കയറി പിടിക്കത്തില്ല ഈ വൈകുന്നേരം ചൂട് കഞ്ഞി കുടിച്ചാൽ. ഇനിയും അവൾ പഠിക്കാനൊക്കെ പോയി തുടങ്ങുമ്പോൾ ഞങ്ങൾ 2 പേരും വീണ്ടും കഞ്ഞി എന്നുള്ള രീതിയിൽ പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം. പിന്നീട് എന്താ പറയുക, എൻ്റെ ഇങ്ങനെയൊക്കെയാണ് ഈ പാചകത്തിൻ്റെ രീതികൾ. പിന്നെ വീട്ടിലെ ജോലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവളെ സെറ്റിയിലൊക്കെ കയറ്റിയിരുത്തിയിട്ട് തറയൊക്കെ തുടച്ചു വിടും. ചിലപ്പം വന്നിട്ട് വീണിട്ടൊക്കെ ഉണ്ട്. ഇറങ്ങല്ലേ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ശ്രദ്ധയോടുകൂടി വരും, എന്നിട്ട് അടിച്ചു തല്ലിയോടെ വീഴുകയും ചെയ്യും. ഞാനപ്പം കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടത്തില്ല, എന്നിട്ട് തനിയെ വരും കരഞ്ഞിട്ട് വരും. അപ്പോൾ അതിന് സങ്കടവും വരും. പക്ഷെ അങ്ങനെ ഒറ്റ പ്രാവശ്യം വീണ് കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഡീസൻ്റാണ്. അങ്ങനെ അതാണ്. പിന്നെ തുണിയൊക്കെ നമ്മൾ നേരത്തെ മുക്കി വയ്ക്കുക. അവൾ ഉറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ മുകളിൽ റെഡിയാക്കിയതിന് ശേഷം ഒരു ഏരിയയിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ അവിടെ നമുക്ക് ഒരു പൈപ്പൊക്കെ ഉണ്ട്, അവിടെ നിർത്തിയാണ് കുഞ്ഞിനെ കുളിപ്പിക്കുകയൊക്കെ. അവിടെ തന്നെ എൻ്റെ കല്ലൊക്കെ ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് കൊണ്ടിട്ടുണ്ട്, അപ്പോൾ അലക്കാനും പറ്റും. നമ്മൾ മുകളിലാണ് ഇപ്പോൾ ഉച്ച സമയത്തൊക്കെ കിടത്തുന്നത്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞാൽ എനിക്ക് കേൾക്കാനും ചെന്ന് എടുക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പം നമുക്ക് അവിടെ തന്നെ കഴുകി, താഴോട്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട്, കഴുകുക, അവിടെ തന്നെ അശയുണ്ട്, അതിലേക്ക് വിരിക്കാം. അങ്ങനെ എളുപ്പമാർഗ്ഗത്തിലുള്ളതെല്ലാം നമ്മൾ ആ രീതിയിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എല്ലാം കൂടെ മുന്നോട്ട് പോകണം. നമ്മൾ എപ്പോഴും ഇവിടെ മറ്റാരും കാണണമെന്നില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരെ മാക്സിമം ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കങ്ങനെയാണ്. അതായത് ഞാൻ ഒരാളെ മാക്സിമം ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കും. ആവശ്യം വന്നാൽ നമ്മൾ പറയും ചെയ്യും, അല്ല ഓക്കെ. പക്ഷേ നമ്മൾ ശ്രമിക്കുക, നമ്മുടെ കുഞ്ഞിനെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം എന്ന ഒരു പോളിസിയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം എനിക്ക് ഇപ്പം വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീട്ടിലെ വലിയ വലിയ ജോലിയുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം മറ്റെന്തെങ്കിലും ഇത്രയും കഷ്ടപ്പാടുണ്ട് അതിൻ്റെ കൂടെ കുഞ്ഞിൻ്റെ കാര്യം എന്നൊക്കെ പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ജോലിയും മറ്റുള്ള ജോലികളൊന്നുമില്ല. കുഞ്ഞിനെ നോക്കുക, ഈ ഭക്ഷണം വയ്ക്കുക, വീട്ടുകാരെ നോക്കുക, ഇതൊക്കെ ഉള്ളൂ. അപ്പം നമുക്കത് എനിക്ക് തന്നെത്താനെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിൽ മാക്സിമം ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതല്ലേ ശരിയായ കാര്യം. ഇതൊക്കെയാണ് എൻ്റെ പാചകവും വാചകവും ജോലിയുമൊക്കെ. അടുക്കും ചിട്ടയായിട്ടിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. കുഞ്ഞുള്ളതാണ്, അപ്പോൾ എപ്പോഴും പൊടിയൊന്നും അധികമാവാതെ വൃത്തിയായിട്ടിരിക്കുക. കാരണം ഈ പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും പനി കൂടുതലായിട്ട് വരാൻ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കും. പിന്നെ ഇപ്പം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ പുറമേ എൻ്റെ ചെടികളെ ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നല്ല വിഷമമുണ്ട്. എല്ലാവരും ഏകദേശം ക്ഷീണിച്ച് കുറേ പേരൊക്കെ ഉണങ്ങിയൊക്കെ പോയി. ഇനിയിപ്പം മഴക്കാലം തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരെയും ഒന്ന് പഴയ പോലൊക്കെ ആക്കി എടുക്കണം. നേരത്തെ തൊഴുകുമ്പോൾ എല്ലാവർക്കും എൻ്റെ ചെടികളിലേക്കായിരുന്നു കണ്ണുകൾ. എത്ര പേര് പൂ ചോദിച്ചിട്ടുണ്ടെന്നറിയാം, ചെടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആർക്കും ഒന്നും ചോദിക്കണ്ട എന്ന രീതിയിലാണ്. അതുകൊണ്ട് എനിക്കത് പഴയ രീതിയിൽ കുറച്ചെങ്കിലും എൻ്റെ ചെടിച്ചട്ടിയിലൊക്കെ ഇപ്പം ഞാൻ എന്താ പറയുക, നേരത്തെ ഞാൻ പറഞ്ഞു കുറച്ച് പച്ചക്കറികളൊക്കെയാണ് നിൽക്കുന്നത്. മുളകൊക്കെ പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. നന്നായിട്ട് അത്യാവശ്യം മുളകൊക്കെ പിടിച്ചിങ്ങനെ നിവർന്ന് നിന്നൊരു മുളക് ചെടിയായിരുന്നു. അപ്പം ഇവിടെ അടുത്ത് തന്നെ വാഴ കുറച്ച് നിൽപ്പുണ്ട്. അപ്പം അമ്പലത്തിൽ നിന്ന് വാഴയില എടുക്കാൻ വേണ്ടി വന്ന അച്ചേട്ടൻ അതെന്തൊക്കെയോ കാണിച്ച് ഇതിൻ്റെ തലയിലൊക്കെ കൊണ്ടിട്ടിട്ട് അതെല്ലാം ഒടിഞ്ഞൊക്കെ പോയി. അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതിനെ അനങ്ങാതെ അങ്ങനെ തന്നെ വെച്ചിട്ട് ഏതായാലും അങ്ങനെ തിന്നിട്ട് മുളകൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അങ്ങനെ കിഴങ്ങ് ഞാൻ മുറിച്ചിങ്ങനെ കിളുത്ത് വന്നതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ കിളുത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. തക്കാളിയൊക്കെ ഒരു ആരോഗ്യമില്ലാത്ത രീതിയിൽ നിൽക്കുന്നത്. 1-2 പ്രാവശ്യം എൻ്റെ ചെടിയുടെ കൂടെ ഞാൻ ഈ ചെടിക്കൊന്നും പ്രത്യേകിച്ച് വേസ്റ്റ് ഇല്ല. ഈ പച്ചക്കറിയൊക്കെ അന്നന്ന് ഉപയോഗിക്കുന്ന അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ട്, പച്ചക്കറി വേസ്റ്റ്, കഞ്ഞിവെള്ളം എല്ലാം കൂടെ ഞാൻ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് രാത്രിയിൽ ഞാൻ കൊണ്ടുവന്ന് ഇതിൻ്റെ ചെടികളിലൊക്കെ ഒഴിക്കുക. അതാണ് എൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ചെടികളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതുങ്ങൾക്കൊന്നും വലിയ ആരോഗ്യമൊന്നും ഇപ്പം നോക്കിയിട്ട് കാണാം. അതിൻ്റെ കൂടെ ഈ ചൂടും കൂടെ ആയപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അവർക്കും. അത് മഴയൊക്കെ തുടങ്ങുമ്പോൾ പഴയ രീതിയിലൊക്കെ ആക്കിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് തയ്ക്കാൻ വല്ലതും വരുവാണെങ്കിൽ അതും ചെയ്യും. ഇതാണ് എൻ്റെ ചെറിയ ചെറിയ പാചകങ്ങളും ജോലികളൊക്കെ. ഓക്കെ.